ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എവിടെ പോകണമെന്ന് വെച്ചാൽ മലയും കുന്നും ഒക്കെ താണ്ടി ഒരു സ്ഥലത്ത് പോവാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറിയിട്ട് വേണം പോവാൻ, പ്ലെയിനിലൊക്കെ കയറിയിട്ട് വേണം പോവാൻ. ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് നമ്മളെ വേലിക്കായ. കയറി പാടെ തന്നെ ഒരു ചായ അങ്ങ് വാങ്ങി ഗൈസ്. അപ്പോഴാണ് അടുത്ത സാധനങ്ങളും കൊണ്ടുവരണം. പിന്നെ അപ്പുക്കൂട്ടം കുറേ സാധനങ്ങൾ നുള്ളിപ്പറക്കി അങ്ങ് ഇട്ട്, കാരണം ബാംഗ്ലൂർ വരെ പോകണ്ടേ. അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നേരം പരപരാ ഇരുട്ടി. അപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങണമല്ലോ ഗൈസ്. അങ്ങനെ ഞാൻ എത്ര വിരിക്കാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഞാൻ ആ ദൗത്യം അപ്പൂനെ അങ്ങ് ഏൽപ്പിച്ച്. എന്നിട്ട് രാവിലെ ഉറക്കണീച്ച് ഞാൻ നോക്കിയപ്പോഴാണ് കാണുന്ന കാഴ്ച കണ്ട ഗൈസ്. അങ്ങനെ പെട്ടിയും പാട്ടും എടുത്തോണ്ട് ഞങ്ങളെ നേരെ വീടെത്തി ഗൈസ്. ഈ ഇരിക്കണവനാണ് ലുഖ. അങ്ങനെ അവിടെ ഇരുന്ന് നമുക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് താഴെ വന്നപ്പോഴാണ് നല്ല ബിരിയാണി ഗൈസ്. ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വെച്ചാൽ അധികം സമയമില്ലല്ലോ. അപ്പോൾ നമ്മൾ ട്രാവലർ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് നേരെ പോകാനുള്ളത് ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി ഗൈസ്. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറാൻ പോവാണ്. കയറിയപ്പോഴാണ് ആ പച്ചപ്പ് ഹരിതവും വെള്ളച്ചാട്ടവും ഒരു ബഹളം തന്നെ. അങ്ങനെ അകത്തുള്ളൊരു പിസ്സ കോർണറിൽ വന്നിട്ട് നമ്മൾ പിസ്സയോ ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇരുന്ന് ഗൈസ്. ഇത് കണ്ട ആ കൊച്ചിൻ്റെ ഒന്ന് പിടിച്ച് പറിച്ച് അപ്പുക്കുട്ടൻ കഴിക്കണത് എന്താ അല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിസ്സയും കഴിച്ചുകൊണ്ട് ഈ കാണുന്ന വണ്ടി കയറി നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറി ഗൈസ്. നമ്മൾ 3 പേര് ഒരുമിച്ചായത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി വിശപ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വന്ന പാടെ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ചീസ് അങ്ങ് അടിച്ച് അതിലങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ബിരിയാണിയും കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ മലേഷ്യൻ എയർപോർട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഈ തൂങ്ങി ഈ വണ്ടിയിലൊക്കെ കയറി നേരെ എയർപോർട്ടിൽ ഇറങ്ങി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് നമുക്കുള്ള വണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അതിൽ കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഭയങ്കര വിസിബിളായിട്ട് നമുക്ക് ഫ്ലൈറ്റ് കാണാൻ പറ്റും. നമ്മളെ ശംഖുമുഖത്താണെങ്കിൽ ആ ഒരു ഗേറ്റിൻ്റെ ഓട്ടക്കൂടയിലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കണത് കോലാലംപൂരാണ്. അവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ബാഗെല്ലാം അവിടെ വെച്ച് ലഗേജ് എല്ലാം അവിടെ വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ നേരെ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണ്ടേ. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് 7-Eleven. എനിക്ക് തായ്ലാൻഡിൽ പോയപ്പോഴേ എനിക്ക് 7-Eleven എന്ന് പറഞ്ഞ ഒരു വികാരമാണ് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് വന്ന് കുറച്ച് കോഫി എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ബർഗറും കഴിച്ച് അടുത്ത് നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് പോകണ്ടേ. അങ്ങനെ ഞാൻ ഒരുങ്ങി പറക്കിക്കൊണ്ട് ഇറങ്ങി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ, സീ യു.